അല്ലെങ്കിലും എന്നും സുമിച്ചേച്ചിനെയായിരുന്നു അച്ഛൻ എന്നെക്കാളേറെ ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്റെ സ്ഥാനത്ത് ഇപ്പൊ സുമിച്ചേച്ചിയായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ എന്നെ മനപ്രയാസപ്പെടുത്തുമായിരുന്നോ? സുമിയും നീയും തമ്മില് ഞാൻ ഒരു വേർതിരിവും കണ്ടിട്ടില്ല. പക്ഷേ നിന്നേക്കാളേറെ അച്ഛനെയും ഈ കുടുംബത്തെയും മനസ്സിലാക്കിയത് സുമിയാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അച്ഛന് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പക്ഷേ നിന്നെ ഓർത്ത് നല്ല ആധിയുണ്ട് എനിക്ക്. അച്ഛൻ കൈപിടിച്ച് നേർവഴിക്ക് നടത്തേണ്ട പ്രായമൊക്കെ നിനക്ക് കഴിഞ്ഞു നന്ദു. മക്കളെ തല്ലിയും ശകാരിച്ചും നന്നാക്കാനുള്ള പ്രായമൊക്കെ എനിക്കും കഴിഞ്ഞു. ജീവിതത്തിലെ ശരിതെറ്റുകളെ സ്വയം മനസ്സിലാക്കി തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ് മോളെ. അത് മാത്രം നീ ഓർത്താൽ മതി. ഇതിൽ കൂടുതലൊന്നും അച്ഛന് പറയാനില്ല. അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാനാണോന്നുണ്ടെങ്കിലേ അത് പറ്റില്ല സ്വാമി. പ്ലീസ് സുമി, ഒരു അരമണിക്കൂർ, അത് കഴിയുമ്പോൾ ഞാൻ എണീറ്റോളാം. നടക്കില്ല. ഗിരി ഇപ്പൊ അയ്യപ്പനാ. അയ്യപ്പന്മാര് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി വിളക്ക് കത്തിച്ച് ശരണം വിളിക്കണം. അതാ നിഷ്ഠ. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇനി കുളിക്കാനോ? സ്വാമി മടി കാണിക്കല്ലേ, എന്നിട്ട് കുളിക്കാൻ പോയെ. സുമിയെ, നീ ബാത്റൂമിൽ കയറി ആ ഗീസർ ഓൺ ചെയ്തിട്ടേ. എന്തോ എങ്ങനെ? ബാത്റൂമില് ഗീസറിന്റെ ചൂടുവെള്ളത്തില് ആ ഷവറിന്റെ കീഴിൽ നിന്ന് കുളിക്കാനാണോ പരിപാടി? പിന്നെ എങ്ങനെ കുളിക്കും? ഇനി മുതലേ ഗിരി ശബരിമലയ്ക്ക് പോകുന്നവരെ ഈ അയ്യപ്പ സ്വാമിയുടെ കുളി ആ അമ്പലക്കുളത്തിലായിരിക്കും. അമ്പലക്കുളത്തിലോ? ഞാനോ? പബ്ലിക്കായിട്ട്? പിന്നെ രാവിലെ 4 മണിക്ക് ഈ ഗിരിസ്വാമിയുടെ കുളി കാണാനായിട്ട് അവിടെ ആൾക്കാർ വന്നിരിക്കില്ലേ? അതൊന്നും പറ്റില്ല സുമി. പറ്റണം. അമ്പലത്തിലെ തീർത്ഥക്കുളത്തിൽ മുങ്ങി നിവർന്നാലേ ശരിയാവൂ എന്റെ തക്കടു സ്വാമി. ആദ്യ ആ കിടക്കപ്പായി അങ്ങ് എഴുന്നേറ്റാട്ടെ. ചെല്ലേ, ഇനി ചെന്ന് കുളിച്ചിട്ട് വന്നേ. ചെല്ലേ ചെല്ല് തക്കടു, ഓടിക്കോ. അയ്യനെ കാണാൻ കനിവാകുമെങ്കിൽ ആ ദിവ്യ ദർശനമടിയനു ശരണം. അയ്യനെ കാണാൻ കനിവാകുമെങ്കിൽ ആ ദിവ്യ ദർശനമടിയനു ശരണം. ഒന്നു തൊഴാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ ജന്മമോഹം പുണ്യം പുണരും. എന്നാളും വാണിടേണമയ്യനയ്യനെ, എന്നാളും
കാണാൻ കനിവാകുമെങ്കിൽ ആ ദിവ്യ ദർശനമടിയനു ശരണം. സ്വാമി ശരണം, അയ്യപ്പനെ ശരണം. എണീക്കാൻ എന്താടി അച്ഛമ്മ വിളിക്കുന്നു. നമ്മളെല്ലാം ഗിരീടിന്റെ കൂടെ ശരണം വിളിക്കണം പോലും. എന്തിന്? ശബരിമലയ്ക്ക് പോകാൻ മാലിട്ട ആള് മാത്രം ശരണം വിളിച്ച പോരെ? അതിന് നമ്മളെന്തിനാ മെനക്കെടുന്നത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലാവരും ഏട്ടിന് വേണ്ടി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അച്ഛമ്മയുടെ വായിലിരിക്കുന്ന കേക്കുണ്ടെങ്കി വാ. ഇത് വലിയ കുരിശായല്ലോ. ശരണമയ്യപ്പ, കർപ്പൂര ജ്യോതിയേ, ശരണമയ്യപ്പ, കാനനവാസനേ, ശരണമയ്യപ്പ, ബില്ലാളി വീരനേ, ശരണമയ്യപ്പ, കരിമല വാസനേ, ശരണമയ്യപ്പ. എന്ത് പ്രഹസനമാ ചേച്ചി ഇത്? എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാ. അതിന്റെ കൂടെ നമ്മളെ ഇട്ടുണക്കുന്നത് എന്തിനാ? എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ കാഞ്ഞ ബുദ്ധിയിൽ ഉദിച്ച കാര്യമല്ലേ. അനുഭവിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഇന്ന് നമ്മുടെ ലഞ്ച് പുറത്തുനിന്നാണേ. അതെന്താ? എന്തെങ്കിലും വിശേഷം ഉണ്ടാ? മറന്നോ? അയ്യപ്പസ്വാമി കാരനെ ഇനി മുതൽ 41 ദിവസത്തേക്ക് ഈ വീട്ടില് പച്ചക്കറി മാത്രമേ ഉള്ളൂ. വായിക്ക് രുചിയായി വല്ലതും കഴിക്കണെങ്കിലേ പുറത്തു പോണം. രാവിലത്തെ ഉറക്കവും പോയി. എന്റെയും. ഇങ്ങനെ പരീക്ഷിക്കാൻ നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത എന്റെ അയ്യപ്പ സ്വാമി? സ്വാമിയേ, എനിക്കകത്തേക്ക് വരാവോ? എന്തിനാ നന്ദു ഈ ഫോർമാലിറ്റീസ് ഒക്കെ? നിനക്ക് എന്റെ മുറിയിലേക്ക് കടന്നു വരാൻ അനുവാദം ചോദിക്കണോ? ഏട്ടത്തി മിലാനിലെ ഷോയ്ക്കുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? വിദേശത്തൊക്കെ ഷോ ചെയ്യുമ്പോ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഡിസൈനിങ്ങിന്റെ കാര്യത്തില് നല്ല റിസർച്ച് വർക്ക് വേണമെന്നർത്ഥം. അവിടുത്തെ ട്രെൻഡ് അറിയണം. നല്ല ഹോംവർക്ക് ഇല്ലെങ്കിൽ പണി പാളും മോളെ. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണമെന്നും പേരെടുക്കണമെന്നും ഒക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നന്നായി നടക്കുന്നില്ല. അവസരം മാത്രം കിട്ടിയാ പോരല്ലോ, അതിനുള്ള തലവര കൂടെ വേണ്ടേ? ഈശ്വരൻ ഏട്ടത്തിയുടെ തലയിൽ വരച്ചതിന്റെ കുറച്ചെങ്കിലും എന്റെ തലയിൽ വരച്ചാൽ മതിയായിരുന്നു. ഞാൻ എപ്പോഴേ രക്ഷപ്പെട്ടേനെ അങ്ങനെയാണെങ്കിൽ. നീ ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല നന്ദു. യു ആർ സ്റ്റിൽ യങ്. യു ഹാവ് ഇനഫ് ടൈം. എല്ലാത്തിനും അതിന്റേതായ സമയ സന്ദർഭവും വരും. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, അടുത്ത ആഴ്ച എനിക്കൊരു 3 ദിവസത്തെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഒരു ആഡ് ഫിലിമിന്റെ സെലക്ഷനാ. 3 ദിവസത്തെ ഫോട്ടോഷൂട്ടോ? അതെന്താ ഏർപ്പാടാ? ഫോട്ടോഷൂട്ട് മാത്രമല്ല, അവരൊരു വീഡിയോ ഷൂട്ടും ചെയ്യുന്നുണ്ട്. അതിലേക്ക് സെലക്ഷൻ കിട്ടിയാൽ
നാഷണൽ ലെവലിലേക്കുള്ള ഒരു ആഡ് ഫിലിമിൽ അഭിനയിക്കാം. നല്ല ക്യാഷും കിട്ടും, നല്ല റെപ്യൂട്ടേഷനും. ഏത് ബാനർ? ആരുടെ കെയർ ഓഫാ? അത് കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. കാരണം അത്രയും വിശ്വസിക്കാവുന്ന ഒരാളുടെ കെയർ ഓഫിലാ എനിക്ക് ഈ ഓഫർ വന്നത്. വേറെ ആരുമല്ല, നിതീഷ് ഏട്ടനാ എനിക്കിത് ശരിയാക്കി തന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഷൂട്ടിന് നിധിയേട്ടനും ഉണ്ടാവും. പക്ഷേ നിധിയേട്ടന്റെ കൂടെയാണ് ഞാൻ ഷൂട്ടിന് പോകുന്നെന്ന കാര്യം ഏട്ടത്തിക്ക് മാത്രമേ അറിയൂ. ഇവിടെ എല്ലാവരോടും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നാ പറയാൻ പോകുന്നത്. പക്ഷേ നന്ദിത, അതെങ്ങനെ ശരിയാവുന്നേ? 3 ദിവസത്തെ ഷൂട്ടിന് നീ ഒറ്റയ്ക്ക്? അത് ശ്രീയേട്ടനും അമ്മയൊന്നും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഏട്ടത്തിയുടെ സഹായം ചോദിച്ചത്. ഏട്ടത്തി വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ഏട്ടത്തിയുടെ കെയർ ഓഫിൽ വന്ന ഓഫറാണെന്നും ഒന്നും പേടിക്കാനില്ലാത്ത ടീമാണെന്നും പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പോവാനുള്ള സമ്മതം ഞാൻ വാങ്ങിച്ചോളാം. ചേച്ചിനെ സഹായിക്കില്ലേ? നന്ദു, ഞാൻ പറയുന്നത് നീ വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം. നിതീഷേട്ടനുമായിട്ടുള്ള നിന്റെ അടുപ്പം അത് നിനക്ക് ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ പറയുന്നത്. സത്യത്തിൽ നിന്റെ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. ഭാവിയിലത് നമ്മുടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ ബാധിച്ചു എന്ന് വരും. ഒന്ന് നിർത്തേടത്തി. നിങ്ങൾ എന്നു മുതലാ ഈ നല്ല പിള്ള ചമയം തുടങ്ങിയത്? ഞാനും നിധിയേട്ടനും പ്രായപൂർത്തിയായ ഒരാണും പെണ്ണോ? നിങ്ങളെപ്പോലെ പ്രണയിക്കാനും കല്യാണം കഴിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. നിധിയേട്ടൻ എനിക്ക് ചേർന്ന ഭർത്താവല്ലെന്ന് പറയാൻ ഏട്ടത്തി ആരാ? എന്റെ ഏട്ടനെ കുറിച്ച് എനിക്കറിയാതിരിക്കില്ലല്ലോ. ആഹാ, എന്റെ ഏട്ടനെ നിങ്ങൾ പ്രേമിച്ചപ്പോ ഈ കമന്റ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ? നിതീഷ് ഏട്ടനും ഞാനും പരസ്പരം പിരിയാനാവാത്ത പോലെ സ്നേഹിക്കുന്നുണ്ട്. സമയം വരുമ്പോ എല്ലാ കാര്യങ്ങളും 2 വീട്ടുകാരെ അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ ഫോട്ടോഷൂട്ടിന്റെ കാര്യത്തിൽ ഏട്ടത്തി എന്നെ സഹായിച്ചേ പറ്റൂ. ഇതിലിപ്പോ എന്താ ഏട്ടത്തി ഇത്ര ആലോചിക്കാൻ? സോറി നന്ദു, ഈ വിഷയത്തിൽ എന്റെ സഹായം നീ പ്രതീക്ഷിക്കണ്ട. ഈ ചുറ്റിക്കളി ഞാൻ സമ്മതിച്ചു തരില്ല. എന്റെയും നിധിയേട്ടന്റെയും ബന്ധത്തിന് എതിര് നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ചിലതൊക്കെ എനിക്കും പലരോടും തുറന്നു പറയേണ്ടി വരും. ഒരു ആക്സിഡന്റ് നാടകം നടത്തി ഏട്ടത്തി അബോർഷൻ നടത്തിയെടുത്ത കാര്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. അതിന്റെ മുഴുവൻ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോ ഈ കുടുംബത്തിലും സ്വന്തം കുടുംബത്തിലും ഏട്ടത്തിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഏട്ടത്തി ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ സ്വപ്നം കണ്ട ഈ മിലാനിലെ ഷോയും ഫാഷൻ ഷോയും എല്ലാം വെള്ളത്തിൽ വരച്ച വരയായിപ്പോ. എന്നെ കൊണ്ട് അത് ചെയ്യിക്കണോ ഏട്ടത്തി? ഇത് ചതിയാണ് നന്ദു. യു ആർ ബ്ലാക്ക്മെയിലിംഗ് മീ. യെസ്, ബ്ലാക്ക്മെയിലിംഗ് ആണ്. നിധിയേട്ടനും ഞാനും സ്വപ്നം കണ്ടൊരു ജീവിതമുണ്ട്. അതില്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി എന്ത് വേണമെന്ന് ഏട്ടത്തിക്ക് തീരുമാനിക്കാം. നിക്ക്, നിനക്കിപ്പോ എന്താ വേണ്ടത്? 3 ദിവസത്തെ ഫോട്ടോഷൂട്ടിന് പോവാൻ കള്ളം പറഞ്ഞ് സഹായിക്കണം അല്ലെ? അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. എന്റെ അബോർഷന്റെ കാര്യം ഒരു കാലത്തും ആരും അറിയരുത് നന്ദു, പ്ലീസ്. ഏട്ടത്തിക്ക് അക്കാര്യത്തിലൊരു ടെൻഷനും വേണ്ട. ഒരു പാല് വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. നിധിയേട്ടന്റെ കാര്യത്തിൽ ഏട്ടത്തി എന്നെ എത്രത്തോളം സഹായിക്കുന്നോ ഞാനും തിരിച്ച് ഏട്ടത്തിയുടെ കൂടെ നിൽക്കും. ഇതെന്റെ വാക്കാ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നിരിക്കുന്നു. നിതീഷേട്ടൻ കാരണം ഇവളുടെ ജീവിതം നശിച്ചില്ലാതാവാൻ പോവാ. പോയി കുഴി ചാടി പഠിക്കട്ടെ. ഈ പാലുകൂടി കുടിച്ചു. വേണ്ടമ്മേ, ഇനി വയറിൽ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. അതിനു മാത്രം എന്ത് കഴിച്ചെന്നാ? ഇറച്ചി മുട്ടയൊക്കെ കഴിച്ചു നടന്നവനല്ലേ നീ? ഇപ്പോ വെറും പച്ചക്കറിയിലായല്ലേ ജീവിതം. ഇതും കൂടി കുടിച്ചിട്ട് പോയാ മതി. ഇല്ലെങ്കി തളർന്നു പോവില്ലടാ മോനെ നീ.
തക്കടു, നീ ശബരിമലക്ക് പോയി വരുന്നത് വരെ ഓഫീസ് കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണം. എന്നിട്ട് കഴിയുന്നതും മനസ്സ് പൂർണ്ണമായും അയ്യപ്പനിൽ അർപ്പിച്ച് വ്രതം പൂർത്തിയാക്കണം. അതിപ്പോ ആരെ ഏൽപ്പിക്കാനാ അച്ഛമ്മേ? എന്റെ കണ്ണും കയ്യും എത്തേണ്ടടുത്ത് എത്തിയല്ലേ പറ്റൂ. നേരാ. ഇവിടെ 2 തടിയന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഇല്ലല്ലോ. ആ കാര്യം ഓർത്ത് അച്ചമ്മ വിഷമിക്കണ്ട. ഗിരി ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും നിതീഷ് നോക്കിക്കോളും. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ആകാശിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനില്ലാത്ത നേരങ്ങളിൽ ആകാശിനെ നിങ്ങൾ 2 പേരും ഒന്ന് സഹായിച്ചാ മതി. ഒരു പേടിയും വേണ്ട. ഇനി 41 ദിവസം നീ ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഗിരി ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിതീഷ് തന്നെ നോക്കിക്കോളും. നിധി, വേഗം കഴിച്ചിട്ട് റെഡി ആയിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. അല്ല, അത് പിന്നെ ഇന്നെനിക്കൊരു യാത്രയുണ്ടമ്മേ. യാത്രയോ? എങ്ങോട്ട്? അല്ല, എനിക്കൊരു സ്ഥലം വരെ പോണം. 3 ദിവസം കഴിഞ്ഞേ വരൂ. ഒരു ഫ്രണ്ടിന്റെ. എടാ, നിന്റെ ഏട്ടനൊരു അസൗകര്യം വരുമ്പോ സഹായിക്കേണ്ടത് നീയല്ലേ? അല്ലാതെ അന്നേരം യാത്ര പോവാണോ വേണ്ടത്? തൽക്കാലത്തേക്ക് ആ യാത്രയൊന്ന് മാറ്റി വെക്കും നിധിയേട്ടാ. ആ ഫ്രണ്ടിനെ വിളിച്ച് പറ. അല്ല, അത് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്തതാ. ഞാൻ മാത്രമല്ല, എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവന് ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധിക്കണ്ട. ആകാശ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളും. സുമി, ഞാൻ പോയിട്ട് വരാം. ശരി അച്ഛമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. ഇത് അത്ര അത്യാവശ്യമുള്ള യാത്രയൊന്നുമല്ല. എന്തോ ചുറ്റിക്കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. മധുവിതുരാമുകളെ, സുരഭിലയാമങ്ങളെ, മടിയിലൊരാൺപൂവിനെ താ. ഒന്നും മിണ്ടാതിരിക്കാം. എനിക്ക് അവളുടെ കൂടെയുള്ള ട്രിപ്പ് എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. എടാ പൊട്ട, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആലിങ്കാ പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ്. അതാ ഇപ്പൊ നിന്റെ അവസ്ഥ. ഈ ഓഫീസ് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന നല്ലൊരു സുവർണ അവസരമായിരുന്നു. അപ്പോഴോ അവന്റെ ഗിരിയേട്ടൻ മലയ്ക്ക് പോവാൻ മാലയിട്ട വിവരം അറിഞ്ഞില്ലേ? സുമി പറഞ്ഞു. അതൊരു കണക്കിന് നന്നായി. അതിന്റെ പേരിലെങ്കിലും അവൻ ആഹാരം നിയന്ത്രിക്കുമല്ലോ. ഗിരിയേട്ടനെ കൊണ്ട് 41 ദിവസമൊക്കെ പിടിച്ചേക്കാൻ പറ്റുമെന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം. അമ്മയും കൂടെ വെറുതെ എടുത്തോട്ടോ. ഒന്ന് പോടാ. എന്തേലും നല്ല കാര്യം പറയുമ്പോ അവൻ കളിയാക്കാൻ നിൽക്കുന്നു. അറ്റാക്ക് വന്നതിന് ശേഷം ഗിരിയുടെ കാര്യങ്ങള് സുമി നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഗിരി മലയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടം വരെ ഒന്ന് പോണം. ഒന്നുമില്ലെങ്കിലും കന്നിസ്വാമി അല്ലേ. നിനക്ക് വെള്ളം വേണം? കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാമേ. അത് കൊള്ളാം. പിന്നെന്തിനാ വന്നിരുന്നേ? എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് പിന്നെ അച്ഛാ, എനിക്കൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. ഒരു പരസ്യത്തിന്റെ ഓഡിഷനാ. ആദ്യം ഒരു ഫോട്ടോഷൂട്ടാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. എവിടെയാണ് ഷൂട്ട്? പരസ്യത്തിന്റെ ഷൂട്ട് എവിടെയാന്ന് ഫിക്സ് ആയിട്ടില്ല. ഇത് അതിനു മുന്നേ ഉള്ള ഒരു ഫോട്ടോഷൂട്ടും മേക്കപ്പ് ടെസ്റ്റും ഒക്കെയാണ്. ഓഹോ. എന്നാ മോളെ? അവരെ വിളിച്ചു പറയൂച്ചാ. എന്തായാലും അധികം വൈകില്ല. നാളെയോ മറ്റന്നാളോ തന്നെ പോകേണ്ടി വരും.